പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2 ദിവസം വീട്ടിലില്ലായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് ചെടികളൊക്കെ താഴത്തോട്ട് കുഴിച്ചു വെക്കണമെന്ന് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. പക്ഷേ ഇവിടെ നല്ല മഴയായിരുന്നു. മഴ കാരണം എല്ലാത്തിനകത്തും നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട്. ഇത് നോക്കിയാൽ മതി, കാണുമ്പോൾ അറിയായിരുന്നു. അപ്പം നമ്മുടെ സ്ട്രോബെറി ഉണ്ടായിരുന്നു, പിന്നെ റോസൊക്കെ നല്ലപോലെ കിളിച്ച് വരുന്നുണ്ട്. അതൊക്കെ പിന്നെ ചട്ടിയിൽ നിൽക്കുന്ന കാരണം കുഴപ്പമില്ല. പക്ഷേ ഈ സ്ട്രോബെറിയൊക്കെ ഒന്ന് മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് നല്ല മഴയായത് കാരണം എല്ലാത്തിനും നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട്. സോ ഇതെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് ഒന്നും കൂടി സെറ്റാക്കി വെക്കണം. ഈ മഴ ഒന്ന് തോന്നിട്ട് വേണം ഇനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കാനായിട്ട്. സോ ഇത് സ്ട്രോബെറിയാണ്, നല്ലപോലെ കിളിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇത് വേറൊരു പോട്ടിലോട്ടാക്കി വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതും അതേപോലെ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതായിരുന്നു ഒരു മുല്ലപ്പൂ എന്ന് പറഞ്ഞത്. പക്ഷെ ഒരു ചുമപ്പ് കളറാണ് ഈ സംഭവം വരുന്നത്. ഇനി വിരിഞ്ഞ് കഴിയുമ്പോൾ അറിയാം ഇതിൻ്റെ കളർ എക്സാക്റ്റ് എന്താണെന്നുള്ളത്. സാധാരണ നമ്മുടെ മുല്ലപ്പൂവിന് വെള്ള നിറമാണല്ലോ, ഇത് ചുമന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഇത് വന്നു കഴിയുമ്പോൾ നമുക്ക് എക്സാക്റ്റായിട്ട് അറിയാൻ പറ്റും എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. അത്യാവശ്യം കൂട്ടിയാടിലെല്ലാം നല്ലപോലെ പുല്ല് വളർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വെട്ടുകയും ചെയ്യണം. അങ്ങനെ 2-3 പരിപാടികൾ നമുക്കുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വിത്തിട്ടതും കൂടി ഒന്ന് കാണിക്കാവുന്നതാണ്. നമ്മുടെ മാരിഗോൾഡ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട്. ഇനിയും 2-3 മുട്ടുകൾ നിൽപ്പുണ്ട്, അതും ഒന്ന് സെറ്റായി വരണം. പിന്നെ റോസ് നമ്മൾ കട്ട് ചെയ്ത് വിട്ടായിരുന്നു. അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് മുട്ട് വന്നിട്ടുണ്ട്, 2-3 മുട്ട് വന്നിട്ടുണ്ട്. അത് ഉടനെ വരും. ഇത് മൊത്തം പൂപ്പൽ പിടിച്ചതായിരുന്നു. പൂപ്പൽ പിടിച്ചത് കാരണം നമ്മൾ മൊത്തം വെട്ടിക്കളഞ്ഞു. എന്തായാലും അതിനും നല്ലൊരു മുട്ട് വന്നിട്ടുണ്ട്. പിന്നീട് വരുമ്പോൾ നമ്മൾ കുറേ വിത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം അന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് പോയത്. ഇപ്പോൾ എല്ലാത്തിലും വെള്ളം കയറിയിട്ടുണ്ട്. എന്നാണ് നമ്മുടെ ഉരുളക്കിഴങ്ങാണ്, പൊട്ടറ്റോ. ഇത് നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം കിളിച്ചു വരുന്നുണ്ട്. മഴ പെയ്ത കാരണം ഒരു സൈഡിൽ നിന്ന് അത്യാവശ്യം വെള്ളം എല്ലാത്തിലും ചെന്ന് കിളിച്ചു വരുന്നുണ്ട്. ഇത് നമ്മുടെ ചീര, മറ്റേ ചുമന്ന ചീര ഉണ്ടായിരുന്നു, പച്ച കളറിലുള്ളതും ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം മഴ പെയ്ത് മൊത്തത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ വെള്ളം എല്ലാം കൂടി എടുത്താണ് കളയുക. അതാണ് ആദ്യത്തെ ടാസ്ക്. ഇത് അത്യാവശ്യം എല്ലാം നല്ലപോലെ കിളിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇതും ഒന്ന് മാറ്റി വെക്കണമെന്ന് വെച്ചാണ്, ഇതുവരെ നടന്നിട്ടില്ലായിരുന്നു. എന്തായാലും ഈ ആഴ്ച ഓഫ് കിട്ടുമ്പോഴത്തേക്ക് ഇതാണ് മെയിനായിട്ടുള്ള പരിപാടി. കാര്യം അത്യാവശ്യം നല്ലപോലെ കിളിച്ചു. ഇത് ഈ തെർമോക്കോളിൽ നിന്ന് ഇനി മാറ്റി വെക്കേണ്ടതാണ്. ഇവിടെ ചുവന്ന ചീര കിളിക്കുക ഇച്ചിരി പാടാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ചുവന്ന ചീര വന്നിട്ടുണ്ട്. ഇനി കുത്തി വെച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇത് സെറ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളത്. ഇതുപോലെ തന്നെ നമ്മുടെ വേറെ വിത്തുകൾ കുറച്ച് വെച്ചതിനകത്തും എല്ലാത്തിലും നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട്. സോ ഈ വെള്ളം കളയുക, അതാണ് ആദ്യത്തെ ടാസ്ക്. ഇതെല്ലാം നമ്മുടെ ചെറിയ സ്റ്റോറേജ് റൂമിലായിരുന്നു ഇരുന്നത്. അന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം കൊള്ളിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നതായിരുന്നു. സോ ഇതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ ഇത് കിളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഏതൊക്കെ വിത്താണെന്ന് ഇപ്പോൾ ഒരു പിടുത്തമില്ല. ഒന്ന് കിളിച്ച് വന്നതിന് ശേഷം ഇനി നമുക്കറിയാൻ പറ്റത്തുള്ളൂ. സോ ഇതും അത്യാവശ്യം വന്നതാണ്. വെള്ളം കയറിയത് കാരണം ഇനിയിപ്പോൾ ഇതെല്ലാം പൊങ്ങി വരുമോ എന്നുള്ളതാണ് ഡൗട്ട്. ഇവിടെയും അതേപോലെ തന്നെയാണ്, സ്റ്റോറേജ് പ്ലേസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്നെയിലിൻ്റെ ശല്യം കൂടുതലുള്ളത് കാരണം കുറേയൊക്കെ ചെടികൾ നമ്മൾ ഇതിനുള്ളിലായിരുന്നു വെച്ചിരുന്നത്. ഇവിടെ നമ്മുടെ മറ്റേ ഗാർഡനിങ് ഉള്ള സംഭവങ്ങളൊക്കെയാണ്. സാധനങ്ങളും അകത്തോട്ട് കയറ്റി വയ്ക്കുകയാണ്. കാര്യം ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് തെർമോകോളിൽ നിന്ന് ഇപ്പം മാറ്റാൻ സമയമില്ലാത്ത കാരണം എന്തായാലും 2-3 ഹോള് താഴ്ത്തിട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒത്തിരി ആയിട്ട് ഇതിനകത്ത് കെട്ടിക്കിടക്കാൻ ചാൻസ് കുറവാണ്. പച്ച വിത്ത് അവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായി സ്ഥിതിയെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അതുകൂടി ഒന്ന് പോയി ചുറ്റി നോക്കാം. ഇവിടെ വിത്തുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്തൊക്കെയോ കിളിച്ചു വരുന്നുണ്ട്. ഇതിനകത്ത് കാട്ടിയടി ഏതാണ്, നമ്മൾ ഇട്ട വിത്ത് ഏതാണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതൊന്ന് നല്ലപോലെ പൊങ്ങി വന്നതിന് ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും എന്തൊക്കെയോ കിളിച്ചിട്ടുണ്ട്, അതുമാത്രം ഉറപ്പാണ്. നമ്മുടെ തക്കാളിയുടെയാണ് ഈ നിൽക്കുന്നത്. തക്കാളി ഏകദേശം നല്ലപോലെ വലുതായിട്ടുണ്ട്, പൂവെല്ലാം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെയും കൂടി ഒന്ന് പുറത്ത് വെച്ചിട്ട് ഒരു വള്ളിയിൽ ചുറ്റി കൊടുക്കണം. പിന്നെ ഇതും വേറൊരു തക്കാളിയുടെ ഇത് തന്നെയാണ്. 2 ടൈപ്പാണ്, ചെറിയ തക്കാളിയും വലിയ തക്കാളിയും ഉണ്ട്. സന്ധ്യയാണ്, ഏകദേശം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. എന്തായാലും കുറേ മുട്ടുകൾ നിൽപ്പുണ്ട്. ഇത് ഉണങ്ങിപ്പോൾ എന്നിട്ട് പുതിയത് വരും. അത് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി സമ്മർ ടൈമിലാണ് ഇത് നല്ലപോലെ കിളിക്കുന്നത്. വിൻ്റർ ആകുമ്പോഴത്തേക്ക് ഇതൊന്നും പിന്നെ കിളിക്കത്തില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ തക്കാളി നമുക്ക് എന്തായാലും പുറത്ത് വയ്ക്കാനുള്ളതാണ്. ഇത് പിന്നെ എനിക്ക് അന്ന് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് മേടിച്ച ഒരു ബെഡിങ് പ്ലാന്റ് ആണ്. ഇതിന് പിങ്കീസസ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ സംഭവം കാണാൻ നല്ല രസമാണ്. ഒത്തിരി ദിവസം പൂ നിൽക്കുകയും ചെയ്യുന്നുണ്ട്.
ഇനിയിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഒത്തിരി പരിപാടിയുണ്ട്. ആക്ച്വലി മഴ ഇങ്ങനെ നിൽക്കുന്ന കാരണം അറിയത്തില്ല എത്രത്തോളം സെറ്റ് ആവും എന്നുള്ളത്. എന്തായാലും 2 ദിവസം കൂടി ഡ്യൂട്ടി ഉണ്ട്. അതും കൂടി കഴിയുമ്പോഴത്തേക്ക് ഫ്രീ ആവും. ഫ്രീ ആയിട്ട് വേണം ഇതെല്ലാം ഒന്ന് ഇനി അറേഞ്ച് ചെയ്യാനായിട്ട്. മഴ ഒന്ന് തോന്നു നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്കിത് മൊത്തം സെറ്റ് ചെയ്യാവുന്നതാണ്. സോ അതൊക്കെ തന്നെയാണ്, വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം ഇനിയും ബാക്കി കൃഷി വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.